Hello guys, welcome back to another video of pharmacology. So today we are going to learn about the chapter respiratory system. Respiratory system എന്ന് പറയുന്ന നമുക്കറിയാലോ നമ്മുടെ മൈൻഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ലങ്സ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് ഓൾറെഡി നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അത് വരുന്ന ഡിസീസസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സെമ്മില് പഠിച്ചും കഴിഞ്ഞു, എക്സാമും എഴുതി കഴിഞ്ഞു. പക്ഷേ ഫാർമക്കോളജി 1ഉം 2ഉം എന്താണ് രണ്ടായിട്ട് തിരിച്ചുകൊണ്ട് തന്നെ നമുക്ക് എക്സാം ഈ ഒരു സെമ്മിലാണ് വരുന്നത്. സോ നമുക്ക് റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഒരു പോർഷനാണ് ഈ ഒരു ഇതിൽ നമ്മൾ വരുന്നത്. അപ്പൊ ഇതില് നമുക്ക് സാൽബുറ്റമോൾ എന്ന് പറയുന്ന ഡ്രഗാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ ഒന്ന് പരിചയപ്പെടാം. റെസ്പിറേറ്ററി സിസ്റ്റം നമുക്കറിയാം, നമ്മുടെ ജീവൻ തന്നെ നിലനിർത്തുന്നത് ഒരു ഭാഗമാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അത് ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഡയറക്റ്റ് തന്നെ ഒരു ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം മെയിൻ ആയിട്ടും ഈ ഒരു ക്ലാസിഫിക്കേഷന്റെ അണ്ടറിലാണ്. ഈ ഇത്രയും ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് ആണ് നമുക്ക് ഈ ഒരു റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ആന്റി ആസ്മാറ്റിക്സ്. ആന്റി ആസ്മാറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ആന്റി ആസ്മാറ്റിക് എന്ന് പറയുമ്പോൾ ആസ്മയ്ക്കുള്ള ഡ്രഗാണ് ആന്റി ആസ്മാറ്റിക്. ഓക്കെ, ഡീകൺജസ്റ്റന്റ് ഡ്രഗ്. അപ്പോൾ ഡീകൺജസ്റ്റന്റ് ഡ്രഗ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കൺജഷൻ എന്താണെന്ന് അറിയണം. അതായത് കൺജഷൻ ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ അക്യൂമുലേഷൻ ഓഫ് എക്സസ് ഫ്ലൂയിഡ് ഓർ ബ്ലഡ് ഇൻ എ പർട്ടിക്കുലർ പാർട്ട്, എസ്പെഷ്യലി ഇൻ ലങ്സ്, നോസ് ഓർ ടിഷ്യൂ. അതായത് എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ലങ്സിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നോസിലുണ്ടെങ്കിൽ ടിഷ്യൂസിലുണ്ടെങ്കിൽ അതിന് നമ്മൾ കൺജഷൻ എന്ന് പറയും. അപ്പൊ ആ ഒരു എക്സസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് എന്താണ് ശരീരത്തിൽ നിന്ന്, ഐ മീൻ എസ്പെഷ്യലി ലങ്സിലൊക്കെ വരുവാണെങ്കിൽ നമ്മളത് മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡീകൺജസ്റ്റന്റ് ഡ്രഗ്. പിന്നെ ആന്റി ടെസ്റ്റീവ്സ് ഇസ് നത്തിങ് ബട്ട് നമ്മുടെ ചുമയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ എക്സ്പെക്ടറൻസ് എന്ന് പറയുന്നത് ഇസ് നത്തിങ് ബട്ട് നമ്മൾ കഫം, നമ്മുടെ ചുമച്ച് നമ്മുടെ കഫം എടുത്തു കളയാം എന്നൊക്കെ പറയും. മ്യൂക്കോലൈറ്റിക്സ്, മ്യൂക്കസ് റിമൂവ് ചെയ്യാൻ. ആൻഡ് ബ്രോങ്കോ കൺസ്ട്രിക്റ്റേഴ്സ്. കൺസ്ട്രിക്റ്റ് ആവുന്നതെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതാണ് കൺസ്ട്രിക്റ്റ്. നമ്മൾ അതിനെ ഡൈലേറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് ബ്രോങ്കോ കൺസ്ട്രിക്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പോർഷൻസ് ആണ് നമ്മുടെ ഈ ഒരു റെസ്പിറേറ്ററി സിസ്റ്റം ക്ലാസ്സിൽ വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ആന്റി ആസ്മാറ്റിക് ഉണ്ട്, ഡീകൺജസ്റ്റന്റ് ഡ്രഗ് ഉണ്ട്, ആന്റി ടെസീവ്സ് ഉണ്ട്, എക്സ്പെക്ടറൻസ് ഉണ്ട്, മ്യൂക്കോലൈറ്റിക്സ് ഉണ്ട്, ബ്രോങ്കോ കൺസ്ട്രിക്റ്റേഴ്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് വൺ ആന്റി ആസ്മാറ്റിക്. ഇറ്റ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് 10 മാർക്ക് ക്വസ്റ്റ്യൻ. നമുക്ക് ഫസ്റ്റ് സാൽബറ്റമോൾ എന്ന് പറയുന്ന ഡ്രഗ് നമുക്ക് തുടങ്ങാം. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ആന്റി ആസ്മാറ്റിക് പഠിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ആസ്മ എന്താണെന്ന് നമ്മൾ എഴുതണം. അപ്പൊ ഫസ്റ്റ് എന്താണ് ആസ്മ? ഇൻക്രീസ് റെസ്പോൺസീവ്നെസ് ഓഫ് ട്രക്കിയ ആൻഡ് ബ്രോങ്കൈ ടു വേരിയസ് സ്റ്റിമുലൈ ആൻഡ് ബൈ വൈഡ് സ്പ്രെഡ് നാരോവിംഗ് ഓഫ് ദ എയർവേ. അതായത് ഈ ആസ്മ എന്ന് പറയുന്നത് ചിലർക്ക് ജനറ്റിക്കലി, അതായത് പാരമ്പര്യമായിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഇപ്പൊ ഡസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില സീസൺസിൽ ഒത്തിരി തണുപ്പ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എയർവേ നാരോ ചെയ്യും. നാരോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ എയർ ഈസി ആയിട്ട് പോകും. പക്ഷെ ഇങ്ങനെ പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ട് പാവും. അപ്പൊ ഈ ഒരു കണ്ടീഷനാണ് നാരോയിങ് ഓഫ് എയർവേ എന്ന് പറയുന്നത്. സോ നത്തിങ് ബട്ട് ഇൻക്രീസ് റെസ്പോൺസീവ്നെസ് ഓഫ് ട്രക്കിയ ആൻഡ് ബ്രോങ്കൈ ടു വേരിയസ് സ്റ്റിമുലൈ. ഫോർ എക്സാമ്പിൾ ഡസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര കോൾഡ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥ ആയിരിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ട്രക്കിയ ബ്രോങ്കൈ കൺസ്ട്രിക്റ്റ് ആവും. ഓക്കെ, കൺസ്ട്രിക്റ്റ് ആയിട്ട് എയർ നല്ലപോലെ പോകാതെ ശ്വാസ തടസ്സം അവിടെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവും. അതാണ് നമ്മുടെ ആസ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഏജൻസ് ദാറ്റ് ഇൻക്രീസ് ബ്രോങ്കിയൽ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് ഓസോൺ എക്സ്പോസർ. ഓക്കെ, അതുപോലെ തന്നെ അലർജൻ ഇൻഹലേഷൻ, അതുപോലെ തന്നെ ഇൻഫെക്ഷൻ. എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആസ്മ ഓൾറെഡി ഉള്ള ഒരാൾക്ക് ഈ ഒരു ആസ്മ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അലർജൻ, ഇപ്പൊ പോളൻ ഡസ്റ്റ്, അതായത് പോളൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പൂമ്പൊടിയൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഓസോൺ എക്സ്പോസറും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആസ്മ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതാണ് ആസ്മ എന്ന് പറയുന്നത്. ഞാൻ ഏച്ചന്റെ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനിയാണ് അതിന്റെ പാത്തോഫിസിയോളജി. ഈ പാത്തോഫിസിയോളജി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതാണ് നോർമലായിട്ട് ഈ ആസ്മ വരുന്നൊരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ തടയാനാണ് നമ്മൾ ആന്റി ആസ്മാറ്റിക് ഡ്രഗ് നമ്മൾ കൊടുക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഏതെങ്കിലും ഒരു അലർജൻസ് നമ്മുടെ ബോഡിക്കുള്ളിൽ വന്നു. അപ്പൊ അതിന്
റിയാക്ഷൻ, ഐ മീൻ എവറി ആക്ഷൻ ആസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അലർജി വന്നു, അപ്പൊ എന്താണ്, അതിന് പകരമായിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടായി. ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു നീര് പോലെയോ അങ്ങനെ ഒരു അവസ്ഥ. കോസ് ഇൻഫ്ലമേഷൻ, അതുവഴി എന്താണ്, സ്മൂത്ത് മസിൽസ്, നമ്മുടെ ലെങ്സ്, അതുപോലെ തന്നെ ട്രക്കിയ, ബ്രോങ്കെ. അപ്പൊ നമ്മുടെ ബ്രോങ്കയ, എയർവേ പാത്വേയിലൊക്കെ സ്മൂത്ത് മസിൽസ് ഉണ്ട്. ഈ സ്മൂത്ത് മസിൽസ് എന്താണ്, കോൺട്രാക്ട് ആയി, അതായത് ഇൻഫ്ലമേഷൻ വന്നു. അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കുഴല് ഇങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്നിട്ട് മ്യൂക്കോസൽ തിക്കനിങ് ഫ്രം എഡീമ, സെല്ലുലർ ഇൻഫിൽട്രേഷൻ, എയർവേ ലൂമൻ തിക്ക്, അതായത് എയർവേ ലൂമൻ എന്താണ്, നല്ല പോലെ തിക്കായി. ഇവിടെ ഇതാണ് സംഭവിക്കുന്നത്. നിങ്ങൾ അധികം ഇതിലേക്ക് പോകണ്ട, പക്ഷെ ഇതാണ് നോർമൽ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പൊ ഇനി നമുക്ക് അധികം താമസിക്കാതെ നമ്മുടെ മെയിൻ റോൾ ആയിട്ടുള്ള ആന്റി ആസ്മാറ്റിക് ഡ്രഗിലേക്ക് പോവാം. ആന്റി എന്ന് പറയുന്നത് എന്താണ്, ഇതിന് എതിരെ. അപ്പൊ ആസ്മ വരുന്ന ഒരു പേഷ്യന്റിന് നമ്മൾ ആന്റി ആസ്മാറ്റിക് ഡ്രഗ് ആണ് കൊടുക്കുന്നത്. സോ 2 ടൈപ്പ് ഉണ്ട്. ഷോർട്ട് ടേം റിലീവേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിൽ എന്റെ കൂടെ തന്നെ നമ്മള് ഇത് ഈ ഒരു വീഡിയോയിൽ തന്നെ പഠിക്കാം. അപ്പോൾ ആസ്മ എന്ന് പറയുമ്പോൾ, ആന്റി ആസ്മാറ്റിക് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം റിലീവേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ലോങ് ടേം കൺട്രോളേഴ്സും ഉണ്ട്. 2 ടൈപ്പ് ഉണ്ട്, ഷോർട്ട് ടേം റിലീവേഴ്സ് ആൻഡ് ലോങ് ടേം കൺട്രോളേഴ്സ്. ഈ ഷോർട്ട് ടേം റിലീവേഴ്സിൽ വരുന്നതാണ് ബീറ്റ. അപ്പൊ അതിന്റെ ഇതിൽ വരുന്നതാണ് ബീറ്റ അഡ്രിനോ റിസപ്റ്റർ സ്റ്റിമുലൻസ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തിയോഫൈലിൻ, പിന്നെ ആന്റി മസ്കാർനിക് ഏജൻസ്, പിന്നെ ലോങ് ടേം കൺട്രോളേഴ്സിലാണ് ആന്റി ഇൻഫ്ലമേറ്ററി ഏജൻസ്, പിന്നെ ഇൻഹിബിറ്റർ ഓഫ് മാസ്റ്റ് സെൽ ഡീഗ്രാനുലേഷൻ. ഇപ്പൊ ഇത് നിങ്ങൾക്ക് ഓർമ്മയില്ല, അപ്പൊ നിങ്ങൾ ആകെ 2 ഇതെങ്കിലും എഴുതുക. ആന്റി ആസ്മാറ്റിക് ഡ്രഗ്സ് ഷോർട്ട് ടേം റിലീവേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ലോങ് ടേം കൺട്രോളേഴ്സും ഉണ്ട്. അതായത് ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു ആശ്വാസത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഷോർട്ട് ടേം റിലീവേഴ്സ്. പിന്നെ ആസ്മ വരാതെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതാണ് ലോങ് ടേം കൺട്രോളേഴ്സ്. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആസ്മ വരുന്നത് എന്താണ്, ഇൻഫ്ലമേഷൻ വരും. അപ്പോൾ ലോങ് ടേം കൺട്രോളേഴ്സിൽ ആന്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ വരാതെ അവിടെ തടയും. അതുപോലെ തന്നെ മാസ്റ്റ് സെല്ലാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏജന്റ് എന്ന് പറയുന്നത്, അത് ഡീഗ്രാനുലേഷൻ ചെയ്യാനായിട്ടും തടയും. അപ്പോൾ നമ്മൾ ഷോർട്ട് ടേം റിലീവേഴ്സ് എന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് അവിടെ എന്താണ്, ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, അതിന് ലോങ് ടേം ഉള്ള എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ആന്റി ആസ്മാറ്റിക് ഏതൊക്കെയുണ്ട്, ഷോർട്ട് ടേമും ഉണ്ട്, ലോങ് ടേം ഉണ്ട്. ഷോർട്ട് ടേമിലാണ് തിയോഫൈലിൻ, അതുപോലെ ആന്റി മസ്കാർനിക് ഏജന്റ്, ബീറ്റ അഡ്രിനോ റിസപ്റ്റർ സ്റ്റിമുലൻസ്, അതുപോലെ തന്നെ ലോങ് ടേമിൽ ആന്റി ഇൻഫ്ലമേറ്ററി, മാസ്റ്റ് സെൽ ഡീഗ്രാനുലേഷൻ, ഇൻഹിബിറ്റർ ഓഫ് മാസ്റ്റ് സെൽ ഡീഗ്രാനുലേഷൻ. നമുക്കിനി അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഈ ആന്റി ആസ്മാറ്റിക്കിൽ തന്നെ ബ്രോങ്കോ ഡൈലേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആന്റി IgE ആന്റിബോഡി, അതിന്റെ എക്സാമ്പിൾ ആണ് ഒമാലിസുമാബ്, പിന്നെ ല്യൂക്കോട്രൈൻ ആന്റഗോണിസ്റ്റ്, പിന്നെ മാസ്റ്റ് സെൽ സ്റ്റെബിലൈസേഴ്സ്, കോർട്ടിക്കോസ്റ്റെറോയിഡ് ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റ്, അതിന്റെ എക്സാമ്പിൾ ആണ് ഹൈഡ്രോ കോർട്ടിസോൺ, പ്രെഡിനിസോൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതിൽ തന്നെ ആന്റി ആസ്മാറ്റിക്കിന്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്, ബ്രോങ്കോ ഡൈലേറ്റേഴ്സ് ഉണ്ട്, ആന്റി IgE ആന്റിബോഡി ഉണ്ട്, അതുപോലെ തന്നെ ല്യൂക്കോട്രൈൻ ആന്റഗോണിസ്റ്റ് ഉണ്ട്, മാസ്റ്റ് സെൽ സ്റ്റെബിലൈസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ കോർട്ടിക്കോസ്റ്റെറോയിഡ് ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റ് ഉണ്ട്. അപ്പൊ ഇതിൽ തന്നെ പഠിക്കുക, നമുക്ക് ബ്രോങ്കോഡൈലേറ്റേഴ്സ് ഈസി ആയിട്ട് കിട്ടും, അതെനിക്കറിയാം. പിന്നെ ല്യൂക്കോട്രൈൻ ഏജന്റ് ഉണ്ട്, ആന്റി IgE ആന്റിബോഡി ഉണ്ട്, പിന്നെ മാസ്റ്റ് സെൽ സ്റ്റെബിലൈസേഴ്സ് നമ്മൾ നോക്കും, പിന്നെ കോർട്ടിക്കോസ്റ്റെറോയിഡ് ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റ്. അപ്പൊ നിങ്ങൾ പഠിച്ചോ, ഞാൻ ഒന്നോടെ പറയാം. ഏതൊക്കെയാടാ, ബ്രോങ്കോഡൈലേറ്റേഴ്സ് ഉണ്ട്, ആന്റി IgE ആന്റിബോഡി ഉണ്ട്, ല്യൂക്കോട്രൈൻ ഏജന്റ് ഉണ്ട്, അതുപോലെ തന്നെ കോർട്ടിക്കോസ്റ്റെറോയിഡ് ആന്റി ഇൻഫ്ലമേറ്ററി ഉണ്ട്, അതുപോലെ തന്നെ മാസ്റ്റ് സെൽ സ്റ്റെബിലൈസേഴ്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ നമ്മുടെ ആന്റി ആസ്മാറ്റിക്കിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആട്ടോ ഏതെങ്കിലും ഒരു ഡ്രഗെങ്കിലും പറയാം. അപ്പോൾ ബ്രോങ്കോഡൈലേറ്റേഴ്സ്, ടെട്രാബ്യൂട്ടാലിൻ, തിയോഫൈലിൻ, ഇതൊക്കെ എന്താണ്, തിയോഫൈലിനൊക്കെ ഷോർട്ട് ടേം റിലീവേഴ്സ് ആട്ടോടാ. പിന്നെ ഇപ്രാട്രോഫിയം ബ്രോമൈഡ്, ബ്രോങ്കോഡൈലേറ്റേഴ്സിന്റെ 2 എക്സാമ്പിൾ ഇപ്പൊ തന്നെ നിങ്ങൾ പഠിക്കുക. തിയോഫൈലിൻ സിമ്പിൾ ആണ്, അതുപോലെ ഇപ്രാട്രോഫിയം ബ്രോമൈഡ് അല്ലെങ്കിൽ ടെട്രാബ്യൂട്ടാലിൻ സിമ്പിൾ ആണ്. ഇപ്പൊ നിങ്ങൾ പറയും ഇതിപ്പോ ഓർമ്മയുണ്ടാവും, പക്ഷെ നിങ്ങൾ പിന്നെ റിവൈസ് ചെയ്താലാണ് ഇത് ഓർമ്മയുണ്ടാവുള്ളൂ. പിന്നെ ല്യൂക്കോട്രൈൻ ആന്റഗോണിസ്റ്റ് എന്ന് പറയുന്നത് മോണ്ടെ ലൂക്കാസ്റ്റ്, പിന്നെ സെഫിർ ലൂക്കാസ്റ്റ് വരുന്നതാണ് ല്യൂക്കോട്രൈൻ എന്ന് ഓർത്തിരിക്കുക. ല്യൂക്കോട്രൈനിൽ ലൂക്കോ ഉണ്ടെന്ന് ഓർത്തിരിക്കുക, അതായത് മോണ്ടെ ലൂക്കാസ്റ്റ്, സെഫിർ ലൂക്കാസ്റ്റ്. മാസ്റ്റ് സെൽ സ്റ്റെബിലൈസേഴ്സ് ആണ് കീറ്റോടൈഫിൻ, ഇത് ഓർത്തിരിക്കുക, KTOTIFIN, കീറ്റോടൈഫിൻ. സോ അപ്പോൾ
മൂന്നിന്റെ ഒരു എക്സാമ്പിൾസ് പറഞ്ഞു. പിന്നെ അതുപോലെ കോർട്ടിക്കോസ്റ്റെറോയിഡ് ആന്റി ഇൻഫ്ലമേറ്ററിയുടെ എക്സാമ്പിൾ ആണ് ഹൈഡ്രോകോർട്ടിസോൺ. അതിൽ തന്നെ ഹൈക്കോർട്ടിസോൺ ഉള്ള പിന്നെ പ്രെഡിനിസോളിൻ. പിന്നെ അതിൽ ആന്റി ആന്റിബോഡിയുടെ എക്സാമ്പിൾ ആണ് ഒമാലിസുബാബ്. അപ്പൊ നമുക്ക് പറഞ്ഞു നോക്കാം. ആന്റി ആന്റിബോഡിയുടെ ഒരു എക്സാമ്പിൾ ഒമാലിസുമാബ്, പിന്നെ ബ്രോങ്കോ ഡൈലേറ്റേഴ്സിന്റെ ഇപ്രാട്രോഫിയം ബ്രോമൈഡ് അല്ലെങ്കിൽ തിയോഫൈലിൻ. പിന്നെ അതുപോലെ ലൂക്കോട്രൈനിൽ മോണ്ടെ ലൂക്കാസ്റ്റ്, അതുപോലെ സെഫേർ ലൂക്കാസ്റ്റ്. മാസൽസ് സ്റ്റെബിലൈസേഴ്സിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഹീറ്റോടൈഫിൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ എഴുതിയിരിക്കണം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ബ്രോങ്കോ ഡൈലേറ്റേഴ്സ് ആണ്. അപ്പോൾ ഡ്രഗ് യൂസ് ഇൻ ബ്രോങ്കിയൽ ആസ്മ. ബ്രോങ്കിയൽ ആസ്മ എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രോങ്കെ കൺസ്ട്രിക്റ്റ് ആവുന്ന ഒരു അവസ്ഥ, നമ്മൾ അതിനെ ഡൈലേറ്റ് ചെയ്യുക. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനത്തിന് ഇങ്ങനെ ഡൈലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എയറിന് ഈസി ആയിട്ട് പാസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ ബ്രോങ്കോ കൺസ്ട്രിക്ടേഴ്സ് എന്ന് പറയുന്നത്? എന്താടാ ബ്രോങ്കോ കൺസ്ട്രിക്ടേഴ്സ് എന്ന് പറയുന്നത്? നമ്മുടെ കൺസ്ട്രിക്റ്റ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ തിക്കൻ ആയിരിക്കുന്ന ബ്രോങ്കോനെ നമ്മൾ കുറച്ച് വൈഡൻ ആക്കുകയാണ്. അതാണ് ബ്രോങ്കോ ഡൈലേറ്റേഴ്സിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. റിലാക്സ് ദ സ്പാസം ഓഫ് ബ്രോങ്കൈ ബൈ സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം സ്റ്റിമുലേഷൻ. അപ്പോൾ ഈ സ്പാസം എന്ന് പറയുന്നത് എന്താണ്? സഡൻ ഇൻവോളണ്ടറി കോൺട്രാക്ഷൻ ഓഫ് മസിൽസ് ആണ്. എന്തെങ്കിലും ഒരു അലർജിക് ഏജൻസ് എക്സ്പോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സഡൻ ആയിട്ട് ഇൻവോളണ്ടറി എന്ന് പറയുമ്പോൾ എന്താണ്? കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനെ ഇൻവോളണ്ടറി എന്നും, വോളണ്ടറി എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അതായത് ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് ഇൻവോളണ്ടറി ആണ്, നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഓടുന്നത് ചാടുന്നതും ഒക്കെ എന്താണ്? വോളണ്ടറി ആക്ഷൻ ആണ്. അപ്പൊ എന്താണ്? നമ്മുടെ ആ ഒരു കോൺട്രാക്ഷൻ എന്താണ്? റിലാക്സ് ചെയ്യും. ഏതാണ്? ബൈ സിമ്പത്തറ്റിക് നെർവ് സ്റ്റിമുലേഷൻ. അപ്പൊ നിങ്ങൾ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റവും അതുപോലെ തന്നെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ ഒരു ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. അപ്പൊ പാരാസിമ്പത്തറ്റിക് എന്താണ് ചെയ്യുന്നത്? പാരാസിമ്പത്തറ്റിക് നമ്മളെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പ്യൂപ്പിള് കൺസ്ട്രിക്റ്റ് ചെയ്യും. എന്നാൽ സിമ്പത്തറ്റിക് എന്താണ്? ഡൈലേറ്റ് ആണ് ചെയ്യുന്നത്. കൺസ്ട്രിക്റ്റ് എല്ലാം ചെയ്യുന്നത് നമ്മുടെ പാരാസിമ്പത്തറ്റിക് ആണ്. എന്നാൽ സിമ്പത്തറ്റിക് മാക്സിമം എന്താണ്? റിലാക്സ് ആണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ബ്രോങ്കോ ഡൈലേറ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ ആവശ്യം സിമ്പത്തറ്റിക് ആണ്, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ്. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്താണ്? അതിനെ റിലാക്സ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? ബ്രോങ്കോ ഡൈലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ കൺസ്ട്രിക്റ്റ് ആയ ഒരു വസ്തുവിനെ നമ്മൾ ഡൈലേറ്റ് ആവുകയാണ് ചെയ്യുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം കൂടുതലും എല്ലാം റിലാക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പാരാസിമ്പത്തറ്റിക് എന്താണ്? കൺസ്ട്രിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയുള്ളതാണ് ബ്രോങ്കോ ഡൈലേറ്റേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ. ബ്രോങ്കോ ഡൈലേറ്റേഴ്സ് തന്നെ സിമ്പതോ മെമറ്റിക്സ് ഉണ്ട്, ആന്റി കോളിനർജിക്സ് ഉണ്ട്, മീഥൈൽ സാന്തൈൻസ് ഉണ്ട്. അപ്പോൾ സിമ്പതോ മെമറ്റിക്സ്, ആന്റി കോളിനർജിക്സ്, മീഥൈൽ സാന്തൈൻസ്. ഈ സിമ്പതോ മെമറ്റിക്സിൽ തന്നെ കാറ്റക്കോളമൈൻസും നോൺ കാറ്റക്കോളമൈൻസും ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കോളിനർജിക്കില് സിസ്റ്റമിക്കലി ഉണ്ട്, നോൺ സിസ്റ്റമിക്കലി ഉണ്ട്, ആന്റി കോളിനർജിക്. പിന്നെ മീഥൈൽ സാന്തൈൻസിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ തിയോഫൈൽ എന്ന് പറയുന്നത്. അപ്പോൾ നത്തിങ് ബട്ട് സിമ്പിൾ ആടാ. നമ്മൾ ബ്രോങ്കോ ഡൈലേറ്റേഴ്സ് തന്നെ സിമ്പതോ മെമറ്റിക്സ്, ആന്റി കോളിനർജിക്സ്, മീഥൈൽ സാന്തൈൻ ഉണ്ട്. ഇപ്പോൾ ആന്റി കോളിനർജിക്കില് സിസ്റ്റമിക്കും ഉണ്ട്, നോൺ സിസ്റ്റമിക്കും ഉണ്ട്. സിമ്പതോ മെമറ്റിക്സ്, കാറ്റക്കോളമൈൻസ്, പിന്നെ നോൺ കാറ്റക്കോളമൈൻസ് ഉണ്ട്. മീഥൈൽ സാന്തൈന്റെ തിയോഫൈലിൻ. അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ പഠിച്ചല്ലോ. അപ്പൊ കാറ്റക്കോളമൈൻസിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ അഡ്രിനാലിൻ, അതുപോലെ തന്നെ ഐസോപ്രോട്ടറനോൾ, റെമീറ്ററോൾ. ഓക്കെ, ഇനി നോൺ കാറ്റക്കോളമൈൻസ് തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, സാലിജെനിൻസ് ആൻഡ് റെസ്കോസിനോൾസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സാലിജെനിൻസ് ആണ്, നോൺ കാറ്റക്കോളമൈൻസിലാണ് നമ്മുടെ സാൽബുറ്റമോൾ വരുന്നത്. റെസ്കോസിനോൾസ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണ് ടെട്രാബ്യൂട്ടാലിൻ, അതുപോലെ തന്നെ ഫെനോടെറോൾ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ആന്റി കോളിനർജിക്കിൽ സിസ്റ്റമിക്കലി വരുന്നതാണ് നമ്മുടെ അട്രോപ്പിൻ എന്ന് പറയുന്നത്. അട്രോപ്പിൻ എന്താണ്? ദാറ്റ് ഇസ് ആന്റി കോളിനർജിക്. അതുപോലെ നോൺ സിസ്റ്റമിക്കലാണ് ഇപ്രാട്രോഫിയം ബ്രോമൈഡ് എന്ന് പറയുന്നത്. പിന്നെ മീഥൈൽ സാന്തൈൻ. ഇത് സിമ്പിൾ ആണ്, നമ്മൾ ഇപ്പൊ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. അപ്പൊ ഞാൻ ഒന്നോടെ പറയാം. ബ്രോങ്കോ ഡൈലേറ്റേഴ്സ് തന്നെ നിങ്ങൾ സാം എന്ന് ഓർത്തിരിക്കുക. അതായത് സാം ഇതാണ് നിമോണിക്. സാം എന്ന് പറയുമ്പോൾ സിമ്പതോ മെമറ്റിക്സ്, ആന്റി കോളിനർജിക്സ്, മീഥൈൽ സാന്തൈൻസ്. ഓക്കെ, അപ്പോൾ സിമ്പതോ മെമറ്റിക്സിൽ തന്നെ നിങ്ങൾ CN എന്ന് ഓർത്തിരിക്കുക. CN എന്ന് പറയുമ്പോൾ എന്താണ്? കാറ്റക്കോളമൈൻസ്, നോൺ കാറ്റക്കോളമൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ
പിന്നെ ആന്റി കൊളിനർജിക്സിൽ സിസ്റ്റമിക്കിലും ഉണ്ട് നോൺ സിസ്റ്റമിക്കിൽ SN. ഓക്കെ, മീഡിയൽ സാന്തൈൻസ് തിയോഫൈലിനാണ്. അപ്പോൾ സിമ്പതോമെമറ്റിക്സിൽ കാറ്റക്കോളമൈൻസിന്റെ എക്സാമ്പിൾ അഡ്രിനാലിൻ, അതുപോലെ തന്നെ റിമീറ്ററോൾ, 2 ഡ്രഗ് ഓർത്തിരിക്കുക. ഇപ്പോൾ നോൺ കാറ്റക്കോളമൈൻസിൽ SR, അതായത് സാലിജനിൻസ്, അതാണ് നമ്മുടെ സാൽബുറ്റമോള്, റെസ്കോസിനോൾസ്, അതായത് ഫെനോറ്റെറോള്, ടെട്രാബ്യൂട്ടാലിൻ. അപ്പം ആന്റി കൊളിനർജിക്ക് സിസ്റ്റമിക്കലി ആക്ട് ചെയ്യുന്ന അട്രോപ്പിൻ ആണ്. പിന്നെ നോൺ സിസ്റ്റമിക്കലി എന്ന് പറയുമ്പോൾ ഇപ്രാട്രോഫിയം, ബ്രോമൈഡ്. മീഡിയൽ സാന്തൈൻസ് എന്താണ്? തിയോഫെലിന്. അപ്പോൾ അതാണ് ഈ ഒരു ബ്രോങ്കോഡൈലേറ്റേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബീറ്റാറ്റോ, സിമ്പതോമെമറ്റിക്സ്, ടെട്രാബ്യൂട്ടാലിൻ അതൊക്കെയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്താണ് നോക്കുന്നത്? സിമ്പതോമെമറ്റിക്സ്. സിമ്പതോമെമറ്റിക്സ് ഏതാണ്? നമ്മുടെ കാറ്റക്കോളമൈൻസും നോൺ കാറ്റക്കോളമൈൻസും. ഓക്കെ, അപ്പൊ അതിൽ തന്നെ എന്താണ്, അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ആന്റഗോണിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും അതിന്റെ അർത്ഥം വരുന്നത്? ആ ഒരു ആക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നതെന്നാണ് ആന്റഗോണിസ്റ്റിന്റെ അർത്ഥം വരുന്നത്. അപ്പോൾ സിമ്പതോമെമറ്റിക്സ് അല്ലെങ്കിൽ ബീറ്റ അഡ്രിനർജിക് റിസപ്റ്റർ അഗോണിസ്റ്റ്. അപ്പോൾ അഗോണിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ബീറ്റ അഡ്രിനർജിക് റിസപ്റ്റേഴ്സിന്റെ ആക്ഷനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആന്റഗോണിസ്റ്റ് എന്ന് പറയുന്നത് അവിടെ ആക്ഷനെ സ്റ്റോപ്പ് ചെയ്യും. അഗോണിസ്റ്റ് എന്താണ്? ആ ആക്ഷനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പതോമെമറ്റിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഹൂസ് ആക്ഷൻ മിമിക് ദാറ്റ് ഓഫ് സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ. അതായത് സിമ്പത്തറ്റിക് സ്റ്റിമുലേഷനെ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ഈ ഒരു സിമ്പതോമെമറ്റിക്സ് മിമിക് ചെയ്യുക എന്ന് പറയും. മിമിക്രി ചെയ്യുക, ഒരാളുടെ ശബ്ദം വേറൊരാൾ മിമിക്രി ചെയ്യുക. അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ, നെർവസ് സിസ്റ്റത്തിന്റെ ആക്ഷൻ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സിമ്പതോമെമറ്റിക്സ് ചെയ്യും. അതായത് വൈഡ്ലി യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ആസ്മ. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സിമ്പതോമെമറ്റിക്സ് എന്താണ്? നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ചെയ്യുന്ന അതേ ആക്ഷൻ ആണ് സിമ്പതോമെമറ്റിക്സ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു കേസിൽ ഏറ്റവും കൂടുതൽ ആസ്മയ്ക്ക് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ബീറ്റ അഡ്രിനർജിക് റിസപ്റ്റർ അല്ലെങ്കിൽ ബീറ്റ അഡ്രിനർജിക് റിസപ്റ്റർ അഗോണിസ്റ്റ് ആണ്. ഇതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു റിസപ്റ്റർ എന്ന് പറയുന്നത്. ഇതിൽ β1 ഉണ്ട്, അത് ശരിക്കും പറഞ്ഞാൽ ഹേർട്ടിലാണ് പ്രസന്റ് ചെയ്യുന്നത്. β2 ആണ് നമ്മുടെ ലങ്സിൽ പ്രസന്റ് ചെയ്തേക്കുന്നത്. ഇതിന്റെ ആക്ഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രോങ്കിയൽ മസിൽസ് എന്താണ്? റിലാക്സ് ചെയ്യും. അതുപോലെ തന്നെ ഇൻഹിബിറ്റ് റിലീസ് ഓഫ് മീഡിയേറ്റേഴ്സ് ഫ്രം മാസ്റ്റ് സെൽസ്, അതായത് അലർജിക് റിയാക്ഷൻസ് ഒക്കെ എന്താണ്? റിലീസ് ചെയ്യുമല്ലോ. അലർജിക് ഏജൻസ് ഒക്കെ റിലീസ് ചെയ്യുന്നത് തടയും. അതുപോലെ തന്നെ മ്യൂക്കോസീലിയറി ആക്ഷൻ, അതായത് ഏതെങ്കിലും ഒരു ഡസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ സീലിയ അത് തടഞ്ഞു നിർത്തിയിട്ട് എന്താണ്? സ്നീസിങ് വഴി അത് പുറത്തേക്ക് കളയും. അപ്പൊ അതാണ് ആക്ച്വലി നമ്മുടെ ബീറ്റ അഡ്രിനർജിക് റിസപ്റ്റർ നമ്മുടെ ലങ്സിലുണ്ട്. നമ്മുടെ ലങ്സിൽ β2 ആണുള്ളത്, β1 നമ്മുടെ ഹേർട്ടിലാണുള്ളത്. β2 ഈ എന്താണ്? നമ്മുടെ ഈ ബീറ്റ അഡ്രിനർജിക് റിസപ്റ്റേഴ്സ് ഉണ്ട്. അതെന്താണ് ചെയ്യുന്നത്? നമ്മുടെ ബ്രോങ്കിയൽ മസിൽസിനെ റിലാക്സ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ അലർജീസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ മീഡിയേറ്റേഴ്സ് റിലീസ് ചെയ്യാതെ ഇരിക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും ഡസ്റ്റോ ഫോറിൻ ബോഡീസോ നമ്മുടെ എന്താണ് നമ്മൾ ശ്വസിക്കുമ്പോൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ നമ്മുടെ മൂക്കിലുള്ള ഒരു ഹെയർ ഇല്ലേ, അതിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് സ്നീസിങ് വഴി അത് പുറത്തേക്ക് കളയും. ഇതാണ് ബീറ്റ അഡ്രിനർജിക് റിസപ്റ്ററിന്റെ ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബീറ്റ അഡ്രിനർജിക് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് വേണ്ട, അത് ഹേർട്ടിന്റെ കേസസിൽ നമുക്ക് നോക്കാം. ആകെ നിങ്ങൾ ഓർത്തിരിക്കുക β1 β2 ഉണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് β2 ആണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, പിന്നെ കാറ്റക്കോളമൈൻസും നോൺ കാറ്റക്കോളമൈൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? കാറ്റക്കോളമൈൻസിന്റെ എക്സാമ്പിൾ അഡ്രിനാലിൻ, നോൺ കാറ്റക്കോളമൈൻസിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ സാൽബുറ്റമോൾ. എന്താണ്? നമ്മുടെ സാൽബുറ്റമോൾ. നോൺ കാറ്റക്കോളമൈൻസിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ സാൽബുറ്റമോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സിമ്പതോമെമറ്റിക്സിൽ കാറ്റക്കോളമൈൻസും ഉണ്ട്, നോൺ കാറ്റക്കോളമൈൻസും ഉണ്ട്. കാറ്റക്കോളമൈൻസിന്റെ എക്സാമ്പിൾ അഡ്രിനാലിൻ, റിമീറ്ററോള്. നോൺ കാറ്റക്കോളമൈൻ സാലിജനിൻസ്, റെസ്കോർസിനോൾ ഉണ്ട്. അപ്പൊ സാലിജനിൻസിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ സാൽബുറ്റമോള്, റെസ്കോർസിനോൾസിന്റെ എക്സാമ്പിൾ ആണ് ഫെനോറ്ററോള്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലെങ്കിൽ സിമ്പതോമെമറ്റിക്സ് കാറ്റക്കോളമൈൻസ് ഉണ്ട്, നോൺ കാറ്റക്കോളമൈൻസ് ഉണ്ട്. കാറ്റക്കോളമൈൻസിന്റെ ഒരു എക്സാമ്പിൾ ആണ് അഡ്രിനാലിൻ, നോൺ കാറ്റക്കോളമൈൻസിന്റെ സാൽബുറ്റമോള്. ആന്റി കോളിനർജിക്സ്
സിസ്റ്റമിക്കലി അട്രോപ്പിൻ, നോൺ സിസ്റ്റമിക്കലി ഇപ്രാട്രോഫിയം ബ്രോമൈഡ്, മീഡിയൽ സാൻഡൈൻസ് നമ്മുടെ തിയോഫിലിൻ. അപ്പം ബീറ്റ-2 അഡ്രിനർജിക്കിന്റെ ഒരു ആക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് സാൽബുറ്റമോൾ ആണ്. ഇതിന്റെ വേറൊരു പേരാണ് ആൽബൂറ്റെറോൾ. സോ നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കാറ്റക്കോളമൈൻസിലെ അഡ്രിനാല് നമ്മൾ ഇവിടെ അങ്ങനെ വരുന്നില്ല. നോൺ കാറ്റക്കോളമൈൻസ് ആയിട്ടുള്ള സാൽബുറ്റമോൾ, സാൽജനിൻസ് സബ് ക്ലാസ്സിൽ വരുന്നതാണ്. അപ്പൊ ഇത് സെലക്റ്റീവ് ബീറ്റ അഡ്രിനർജിക് അഗോണിസ്റ്റ്, അതായത് നമ്മുടെ ബീറ്റ റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്താലാണല്ലോ ഇത് റിലാക്സ് ചെയ്യാനായിട്ട് സഹായിക്കത്തുള്ളൂ. നമ്മുടെ ലങ്സിലാണ് ഉള്ളത്. പക്ഷെ ഇങ്ങനെ ഒരു ആസ്മ കേസിൽ വരുമ്പോൾ അതിന് പ്രവർത്തിക്കാനായിട്ട് പാടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ആക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ സിമ്പതോമെമറ്റിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഡ്രഗ് ആണ് നമ്മുടെ സാൽബുറ്റമോൾ അല്ലെങ്കിൽ ആൽബൂറ്റെറോൾ എന്ന് പറയുന്നത്. ഇതെന്താണ്? ഷോർട്ട് ആക്ടിങ് ആണ്. അതുപോലെ തന്നെ ബ്രോങ്കോസ്പാസം എന്ന് പറയുന്നത് ഇൻവോളണ്ടറി കോൺട്രാക്ഷൻ. പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കുന്ന ഒരു മസിൽ ഇങ്ങനെയായി, അപ്പൊ എയർ നല്ലപോലെ പോകാനായിട്ട് പറ്റത്തില്ല. ഇത് മെയിൻ ആയിട്ട് നമ്മള് ഹോസ്പിറ്റൽസിലൊക്കെ കാണുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഡ്രഗാണ് നമ്മുടെ സാൽബുറ്റമോള്. മെയിൻ ആയിട്ട് നമ്മൾ ആസ്മയ്ക്ക് കൊടുക്കും. അതുപോലെ തന്നെ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ്, അതാണ് COPDക്ക് നമ്മൾ കൊടുക്കും. ഇനി അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഒന്നുമില്ല. എയർവേ smooth muscles has little sympathetic nervous supply but contains lot of beta-2 adrenoreceptors that responds to circulating adrenaline. It will ഇൻക്രീസ് CAMP, റിലാക്സസ് ബ്രോങ്കിയൽ സ്മൂത്ത് മസിൽ റിലാക്സേഷൻ. അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ആകെ എഴുതേണ്ട ഒരു ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻ എന്താണ്? ഇറ്റ് വിൽ റിലാക്സസ് ദ മസിൽ because already it is constructed in case of asthma, so it will relaxes the muscle. ഇതൊന്നും എഴുതി നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. മെക്കാനിസം ഓഫ് ആക്ഷൻ അത്രേ ഉള്ളൂ. ഇനിയുള്ളത് ഫാർമക്കോ ഡൈനാമിക്സ് അല്ലെങ്കിൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുമ്പോൾ നമ്മളത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ ആ ഒരു മെഡിസിൻ നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്യും, അതിനെയാണ് നമ്മൾ ഫാർമക്കോ ഡൈനാമിക്സ് അല്ലെങ്കിൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നെബുലൈസേഷൻ ഓർ ഓറൽ ഇൻഹലേഷൻ എന്ന് പറയുന്നത് ഏകദേശം 0.5 to 2 hours, ഓറലിലാണെങ്കിൽ ഒരു 2 to 3 hours ആണ് ഉള്ളത്. ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ നെബുലൈസർ 3 to 4 hours, ഓറൽ എന്ന് പറയുമ്പോൾ 4 to 6 hours ആണ്. പിന്നെ അതിന്റെ മെറ്റബോളിസം എവിടെയാണ് നടക്കുന്നത്? ഹെപ്പാറ്റിക്, അതായത് നമ്മുടെ ലിവറിലാണ് ഇത് നടക്കുന്നത്. പിന്നെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് എലിമിനേഷൻ, ഇൻഹലേഷൻ 3.8 hours, ഓറല് 3.5 to 5 hours. ഇൻഹലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി സാൽബുറ്റമോള് ഇൻഹേൽ റൂട്ട് വഴിയാണ് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഹലേഷൻ ആണെങ്കിൽ 3.8 hours, ഓറൽ ആണെങ്കിൽ 3.7 to 5 hours വഴിയാണ്. ഇതിന്റെ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് യൂറിൻ ആണ്. 30% അൺചേഞ്ച്ഡ് ആയിട്ട് നമുക്ക് കിട്ടും. മെറ്റബോളിസം നടക്കുന്നത് യൂഷ്വലി മിക്ക ഡ്രഗും ലിവറിലാണ്, അല്ലെങ്കിൽ ഹെപ്പാറ്റിക് എന്ന് പറയുമ്പോൾ ലിവർ ആണല്ലോ. അത്ര നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിച്ചു എന്താണ് ഇത്? ഷോർട്ട് ആക്ടിങ് ആണ്. നമ്മുടെ സ്പാസം, അതായത് കൺസ്ട്രക്റ്റ് ആയിരിക്കുന്ന ഒരു അവസ്ഥയെ റിലാക്സ് ചെയ്യാനായിട്ട് സഹായിക്കും. മെക്കാനിസം ഓഫ് ആക്ഷൻ ഒന്നുമില്ല, സ്മൂത്ത് മസിൽസിനെ റിലാക്സ് ചെയ്യും കൺസ്ട്രക്റ്റ് ആയിരിക്കുന്നതിനെ. പിന്നെ ഫാർമക്കോ ഡൈനാമിക്സ് കൈനറ്റിക്, ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ഇൻഹലേഷൻ ആണെങ്കിൽ ഒരു 2 hours, ഓറൽ ആണെങ്കിൽ ഒരു 2 to 3 hours. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നെബുലൈസേഷൻ വഴിയാണ് കൊടുക്കുന്നതെങ്കിൽ 4 hours, അല്ലെങ്കിൽ ഓറൽ ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു 4 to 6 hours ആണ്. ഇതിന്റെ മെറ്റബോളിസം നടക്കുന്നത് ലിവറിലും ആണ്. ഹാഫ് ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു 3 to 8 hours ഇൻഹലേഷൻ. പിന്നെ എക്സ്ക്രീഷൻ നടക്കുന്നത് യൂറിനിലാണ്. ഓക്കെ, ഇനി അതിന്റെ ഇൻഡിക്കേഷൻ ഏതൊക്കെയാണ്? COPD നിങ്ങൾക്ക് വേണമെങ്കിൽ എലാബറേറ്റ് ചെയ്യാം എക്സാമിന്. പിന്നെ ആസ്മ, അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ബ്രോങ്കോസ്പാസം. ഓക്കെ, പിന്നെ ഉള്ളത് ക്യാൻ ബി എറോസോലൈസ്ഡ് with a nebulizer for patient with cystic fibrosis along with the ipratropium bromide, acetylcysteine and pulmoxime. അപ്പൊ നമുക്ക് വേണമെങ്കിൽ സിസ്റ്റിക് ഫൈബ്രോസിസ് ഉള്ള പേഷ്യന്റിന് വേണമെങ്കിൽ നമുക്ക് നെബുലൈസർ കൊടുക്കാം along with ipratropium bromide. ഇതൊക്കെയാണ് അതിന്റെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വരുന്നതാണ് അതിന്റെ കോൺട്രാ ഇൻഡിക്കേഷൻ. എല്ലാ ഡ്രഗിലും നമുക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എഴുതാം. അതിപ്പോ ലോകത്തുള്ള ഏത് ഡ്രഗാണ് ചോദിച്ചെങ്കിലും കോൺട്രാ ഇൻഡിക്കേഷൻ നമുക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എഴുതാം. അതായത് ആൽബുറ്റെറോൾ, അഡ്രിനർജിക് അമൈൻസ്, അതൊക്കെ. പിന്നെ അതുപോലെ ടാക്കി എർത്തീമിയാസ്, ECG വേരിയേഷൻ, ഹൈപ്പോകലീമിയ, അതുപോലെ തന്നെ റിസ്ക് ഓഫ് അബോർഷൻ ഉണ്ട്. നമ്മൾ ഒരിക്കലും ഫസ്റ്റും സെക്കൻഡ് ട്രൈമസ്റ്ററിലും ഇത് കൊടുക്കാനായിട്ട് പാടില്ല. ഇനി അതിന്റെ സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ നമുക്ക് വേറൊരു പേരുണ്ട് ADR. ഓക്കെ,
സോ സൈഡ് എഫക്ട്സ് ഏതാണ്? ഓരോരോ സിസ്റ്റം വൈസിലാണ് സൈഡ് എഫക്ട്സ്. പക്ഷേ ഇത് എല്ലാവർക്കും വരണമെന്നില്ല. കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് അഞ്ചൈന, ആട്രിയൽ ഫിബ്രിലേഷൻ, അരിത്തീമിയ, സെറുലർ ഹാർട്ട് റേറ്റ്, പിന്നെ ചെസ്റ്റ് കംഫോർട്ട്, ഡിസ്കംഫോർട്ട്, പെയിന്, എക്സ്ട്രാ സിസ്റ്റോള്, ഫ്ലഷിങ്, ഹൈ ഓർ ലോ BP, പാൽപിറ്റേഷൻ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോമൺ ആയിട്ട് എഴുതാം. പക്ഷെ അപ്പൊ എന്താണ്? ചെസ്റ്റ് പെയിൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ആട്രിയൽ ഫിബ്രിലേഷൻ, ഇറഗുലർ ഹാർട്ട് റേറ്റ്, അതാണ് അരിത്തീമിയസ്, ഡിസ്കംഫോർട്ട്, ഒരു ഫ്ലഷിങ്, മോവൊക്കെ ഒരുമാതിരി ചുമന്ന് തൊടുത്ത ആ ഒരു അവസ്ഥ, പിന്നെ BP വേരിയേഷൻസ്, പാൽപിറ്റേഷൻ, ഭയങ്കരമായിട്ട് ഹേർട്ട് അടിക്കുന്ന ഒരു കണ്ടീഷൻ. അതുപോലെ തന്നെ CNSലാണെങ്കിൽ ഡിസിനെസ്, അതായത് തലചുറ്റല്, ഡ്രൗസിനെസ്, ഹെഡ് ഏക്ക്, നൈറ്റ് മെയേഴ്സ്, റെസ്റ്റ്ലെസ്നെസ്, ഇൻസോംനിയ, ഇറിറ്റബിലിറ്റി, ലൈറ്റ് ഹെഡ്നെസ്, മൈഗ്രെയിൻ, സീസ്. GIയിലാണെങ്കിൽ ഡയേറിയ വരും, ഡിസ്പെപ്സിയ വരും, ഡ്രൈ മൗത്ത് വരും, ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് വരും, നോസിയ വരും, അൺയൂഷ്വൽ വൊമിറ്റിംഗ്, അതൊക്കെ വരും. പിന്നെ ഇപ്പോൾ ജെനറ്റോ യൂറിനറിയിലാണെങ്കിൽ എന്താണ്? മിക്സ്ചറേഷൻ ഡിഫിക്കൽറ്റി, യൂറിൻ നല്ലപോലെ പോവാത്ത അവസ്ഥ. ഓക്കെ. അതുപോലെ തന്നെ ലോക്കൽ ഇഞ്ചക്ഷൻ, പെയിൻ, സ്റ്റിങ്ങിങ്, പിന്നെ ന്യൂറോ മസ്കുലർ ആൻഡ് സ്കെലറ്റൽ മസിൽ ക്രാംസ്, മസിൽ പെയിൻ, ട്രമർ, അതായത് വിറയലൊക്കെ ഉണ്ടാവും. ഓർട്ടിക്കിലാണെങ്കിൽ വേർട്ടിഗോ ഉണ്ടാവും. പിന്നെ റെസ്പിറേറ്ററിയിലാണെങ്കിൽ ആസ്മ എക്സാബറേഷൻ, ആസ്മ കൂടാൻ ചാൻസ് ഉണ്ട്. ബ്രോങ്കോസ്പാസം, കഫ്, എപ്പിസ്റ്റാസിസ്, ലാരിഞ്ചൈറ്റിസ്, ഓറോഫാരിഞ്ചൽ ഡ്രൈയിങ്, റൈനൈറ്റിസ്, ഫാരഞ്ചൈറ്റിസ്, അതുപോലെ അലർജിക് റിയാക്ഷൻ, അനഫിലാക്സിസോ. ഇത് ഇത്രയും ഉണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വാരി വലിച്ച് എഴുതാൻ അത്രയും സൈഡ് എഫക്റ്റ് ഇതിലുണ്ട്. പക്ഷെ അത് എല്ലാ പേഷ്യന്റും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ആൾക്ക് പിന്നെ ജീവൻ ഉണ്ടാവത്തില്ല. പക്ഷെ ഓരോരോ സിസ്റ്റം വൈസ് നിങ്ങൾ എഴുതുകയാണെങ്കിൽ കുറച്ചുകൂടെ മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓരോ സിസ്റ്റം വൈസ് ഇത്രയും ADR ഉണ്ട്. പിന്നെ ഡോസേജ് എന്ന് പറയുന്നത് സാൽബുറ്റമോൾ 2 to 4 mg ഓറലി ആണ്. ഓറൽ ആണെങ്കിൽ ടെട്രാബ്യൂട്ടാലിൻ ഒരു 5 mg ഓറൽ ആണ്. അതൊക്കെ നിങ്ങൾ രണ്ടും ഓർത്തിരിക്കുക. സാൽബുറ്റമോൾ എന്താണ്? 2 to 4 mg ഓറൽ എന്ന് ഓർത്തിരിക്കുക. പിന്നെ പേഷ്യന്റ് എഡ്യൂക്കേഷൻ എന്താണ്? നമ്മൾ എത്രയാണ് നമുക്ക് കഴിക്കാൻ തന്നിട്ടുള്ളത് അത്രയും നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കഴിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ഇത് ഓറൽ ആണെങ്കിൽ കഴിക്കുക 2 to 4 mg. അല്ലെങ്കിൽ ഇപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂറിന് ശേഷം കഴിക്കുക. നല്ലപോലെ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ഈ ഒരു മരുന്ന് കഴിച്ചിട്ട് പിന്നെ ഡ്രൈവ് ചെയ്യാനായിട്ട് പോടില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും അപ്സെറ്റ് ഉണ്ടെങ്കിൽ നമ്മളത് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പ്രഗ്നന്റ് ആണെങ്കിൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ അബോർഷന് ചാൻസ് ഉണ്ട്. അതായത് ഉറപ്പായിട്ട് നമ്മളത് പറയണം. പിന്നെ സെൽഫ് അഡ്മിനിസ്റ്റേർഡ് ഇൻഹലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി നമ്മുടെ വീട്ടിൽ ഈ സാൽബുറ്റമോളൊക്കെ നമ്മൾ ആ ഒരു ഇൻഹേലർ, നമ്മളത് നെബുലൈസർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഫ്രീസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നല്ലപോലെ ഷേക്ക് ചെയ്യുക. ഓക്കെ. അതൊക്കെയാണ്. അത്രേ ഉള്ളൂ. പിന്നെ നഴ്സസ് റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. ഇതൊക്കെയാണ് നമ്മുടെ സാൽബുറ്റമോൾ അല്ലെങ്കിൽ ബീറ്റ അഡ്രിനോ റിസപ്റ്റേഴ്സ്. അപ്പൊ നമുക്കത് ഒന്നോടെ നോക്കാം. ഓക്കെ. എന്താണ് ആസ്മ എന്ന് പഠിച്ചു, അതിന്റെ പാത്തോളജി പഠിച്ചു. ആന്റി ആസ്മാറ്റിക് ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേം ഉണ്ട്. ആന്റി ആസ്മാറ്റിക്കിൽ തന്നെ IgE ആന്റിബോഡി, ബ്രോങ്കോ ഡൈലേറ്റേഴ്സ്, ലൂക്കോട്രൈൻ ആന്റഗോണിസ്റ്റ്, മാസൽ സ്റ്റെബിലൈസർ, കോർട്ടിക്കോസ്റ്റെറോയിഡ് ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റ്. ബ്രോങ്കോ ഡൈലേറ്റേഴ്സിന്റെ എക്സാമ്പിൾ ആണ് ടെട്രാബിൽറ്റാലിൻ, തിയോഫിലിൻ ഒക്കെ. ഇപ്രട്രോഫിയം ബ്രോമൈഡ്, ലൂക്കോട്രൈനിൽ മോണ്ടേലൂക്കാസ്റ്റ്, സെഫ്രൈലൂക്കാസ്റ്റ്. മാസ്റ്റൽ സ്റ്റെബിലൈസേഴ്സ് ആണ് കീറ്റോടൈഫിൻ എക്സാമ്പിൾ. അപ്പൊ ബ്രോങ്കോ ഡൈലേറ്റേഴ്സ് എന്താണെന്ന് അറിയൂ. സിമ്പത്തോമെമറ്റിക്സ് ഉണ്ട്. അതിൽ കാറ്റക്കോളമൈൻസ്, നോൺ കാറ്റക്കോളമൈൻസ് ഉണ്ട്. അതിൽ നോൺ കാറ്റക്കോളമൈൻസിൽ ഉള്ള സാൽബുറ്റമോൾ ആണ് ഇന്ന് പഠിച്ചത്. കൂടുതൽ അതാണ് ചോദിക്കുന്നത്. ആന്റി ആസ്മാറ്റിക് ചോദിക്കും, ബ്രോങ്കോ ഡൈലേറ്റേഴ്സ് എന്ന് പറഞ്ഞ് 10 മാർക്കിന് ചോദിക്കും. പിന്നെ ഉള്ളതാണ് ആന്റി കോളിനർജിക്, സിസ്റ്റമിക്കലി അട്രോപ്പിൻ, നോൺ സിസ്റ്റമിക്കലി നമ്മുടെ എന്താണ് ഇപ്രാട്രോഫിയം ബ്രോമൈഡ്, മീഥൈൽ സയന്തൈൻ ആണ് തിയോഫിലിൻ. ഓക്കെ. നോൺ കാറ്റക്കോളമൈൻസ് സാലിജനിൻസ് ആണ് സാൽബുറ്റമോൾ. അതുപോലെ തന്നെ റെസ്കോസറോൾ, ഫെനോറ്ററോൾ, ടെട്രാബ്യൂട്ടാലിൻ. അപ്പോൾ അതിനെ ആക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആക്ച്വലി ഈ ഒരു സാൽബുറ്റമോൾ ചെയ്യുന്നത്. സിമ്പിൾ ആണ്. ഓക്കെ. അപ്പൊ ഇത് നല്ലപോലെ പഠിക്കുക. സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. നമുക്ക് ബാലൻസ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ താങ്ക് യു.